C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ മനോഹര? എടാ, ഞാനും ഷാഹിനെയും കൂടി ചെറിയൊരു പർച്ചേസിന് വന്നതാണ്. എടാ, ഇത്തിരി ഗോൾഡ് എടുക്കാൻ വന്നാണ് നമ്മുടെ നജീബിക്കാടെ ജ്വല്ലറിയിൽ. അവള് താഴ്ത്ത് നിൽക്കുകയാണ്. ഞാൻ നജീബിക്കാനെ കയറി ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. എടാ, അതല്ലേ പറഞ്ഞു, ഇവിടെ നിന്ന് ഒച്ചയിൽ പറഞ്ഞ മനസ്സിലായ നിനക്ക്? അവിടെ കൊടുക്കണ്ട. ഭയങ്കര തലവേദന സാർ. വീണ്ടും കൂടിയാ? അതാ വീണ്ടും കൂടി. എന്താ ചെയ്യാ? 5 മിനിറ്റ് കിടന്നാ മാറൂ? കിടന്നാ മാറും. എന്റെ ഒരു റെസ്റ്റ് റൂം ഉണ്ട് ഇവിടെ. മതിയാ? എവിടെ? അവിടെ കിടക്കാൻ പറ്റൂല്ലേ? എവിടെ സാർ? ഇവിടെയാണ്. ഇത് റൂമായിരുന്നു. അടച്ചോളൂ സാർ. ഞാൻ ഓക്കെ ആകുമ്പോ വിളിച്ചോളാം. പ്രശാന്ത് ഭായ്. അമ്പിളിക്കോട്ടാ. ശബ്ദം ഞാൻ കേട്ടായിരുന്നു. ഞാനേ നജീബ് ഖാനെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അയ്യോ, നജീബ് ദുബായി പോയല്ലോ. അയ്യോ, ഇതെപ്പോ പോയി? 2 ദിവസമായല്ലോ. ഓ, കഷ്ടമായല്ലോ. താനിങ്ങളാ എവിടെ ഇരിക്കേ? ഞാനൊരു ദിവസം വഴിയിൽ വെച്ച് കണ്ടിരുന്നു നജീബ് ഖാനാ. അപ്പോൾ ഈ പോണ കാര്യമൊന്നും പറഞ്ഞില്ല. മുതലാളിമാരല്ലേ, എപ്പോ വേണമെങ്കിലും വരും, എപ്പോ വേണമെങ്കിലും പോകും. എപ്പോഴും ദുബായിലാണല്ലോ. അവിടെ വല്ല ജ്വല്ലറി ഉണ്ടാ? ഇല്ല, പുള്ളിക്കാടെ വേറെ കുറച്ച് ബിസിനസ് ഉണ്ട്. ഞാൻ വന്നതേ കുറച്ച് ഫണ്ട് കയ്യിൽ വന്നപ്പോ വൈഫിന് ഇത്തിരി ഗോൾഡ് പർച്ചേസ് ചെയ്യാനാണ്. അപ്പൊ അവള് താഴത്ത് സെലക്ട് ചെയ്യാണ്. നജീബ് ഖാനെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരണതാണ്. അത് അമ്പിളിക്കൂട്ടം പേടിക്കണ്ട, ഡിസ്കൗണ്ട് കാര്യമൊന്നും പേടിക്കണ്ട. അമ്പിളിക്കൂട്ടന് ആവശ്യമുള്ള സ്വർണം എടുത്തോ. അല്ല, ഡിസ്കൗണ്ടിന്റെ തന്നെയല്ല, നമ്മൾ എന്തെങ്കിലും ഒക്കെ വന്നാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്ന് മുതലാളി ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നന്നായി. ഒരു മിനിറ്റ്. അയ്യോ, നജീബ് ഖാനെ വിളിക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്. ഷിജു, നമ്മുടെ അമ്പിളിക്കുട്ടനും ഫാമിലിയും വന്നിട്ടുണ്ട് കുറച്ച് സ്വർണം പർച്ചേസ് ചെയ്യാനായി. നീ ഒരു കാര്യം ചെയ്തോ, അവർക്ക് പർച്ചേസ് കഴിഞ്ഞിട്ട് ആ ബില്ല് എൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഡിസ്കൗണ്ട് ഞാൻ ഇട്ടോളാം. ശരി. ചേച്ചി ടെൻഷനാവൊന്നും വേണ്ട, ഞാൻ ആരോടും പറയൊന്നുമില്ല. അപ്പൊ ഇനി അമ്മയും കൂടെ ബാക്കിയുണ്ടല്ലോ ഇങ്ങോട്ട് വരാൻ. എന്തേ കൊണ്ടുവരാത്തെ? അതെ, അമ്മ അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ചുമ്മാ കൊണ്ടുവന്ന ഒരു രസല്ലേ? അതെ, പക്ഷെ കൊണ്ടുവന്നാലേ പ്രശ്നമാവും. അതാ. എന്തേ? അമ്മ ഈ വിടുവായുത്തരം പറയുന്ന ആളാണേ. കുഞ്ചുവിനെ എനിക്ക് മേയ്ക്കാൻ എളുപ്പമാ. അമ്മ എന്താ പറയുന്നതെന്ന് നമുക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല. അതാ. എന്തായാലും ഇന്നലെ നാളെ എല്ലാരും അറിയണ്ടേ? അത് കുറച്ച് നേരത്തെ ആവട്ടെ. അല്ല, അറിയേണ്ടതാണ്, പക്ഷെ പെട്ടെന്ന് അറിയണ്ട. ഷാഹിന മോളെ, ആരോടും പറയല്ലേ പ്ലീസ്. ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊരു എത്തും പിടിയില്ല. ചേച്ചി ടെൻഷനാവൊന്നും വേണ്ട, ഒക്കെ നല്ല രീതിയിലാവും. ഞാൻ തന്നെ ഇവിടെ കൊട്ടിലപ്പാട്ട് വന്നപ്പോഴേ പെട്ടിയോട്ടയിലും മച്ചിന്റെ മുകളിലൊക്കെ ജീവിതം തീരുമെന്നാ വിചാരിച്ചേ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ എല്ലാം ശരിയായില്ലേ? ഇത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആണല്ലേ? ഒക്കെ ശരിയാവും. ഒക്കെ ശരിയായിക്കോട്ടെ, അത് ശരിയാവുന്ന സമയത്തായിക്കോട്ടെ പ്ലീസ്. ചേച്ചി വിഷമിക്കണ്ട. നമ്മള് രണ്ടുപേരും എന്തായാലും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരല്ലേ. എനിക്ക് എന്റെ അനിയത്തിയെ പോലെയാ നീ. ദയവ് ചെയ്ത് നീ അമ്പിളിക്കുട്ടനോട് ഇത് എന്ന് പറയരുത് പ്ലീസ്. ഇല്ല. ഉറപ്പല്ലേ? അറിയാതെ പോലും പറയത്തില്ലല്ലോ. ശ്രമിക്കാം. അതെന്താ ശ്രമിക്കാം? എനിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ചില സമയം എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. ഒരു മൂഡ് പോലെ ചിലപ്പോ ഞാനങ്ങ് പറഞ്ഞു പോകും. അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയാൻ തോന്നുമ്പോ ദേവേച്ചി വിളിക്കണം. ഓടി വന്നിട്ട് ഞാൻ കേൾക്കും. ചേച്ചിക്ക് വരാൻ പറ്റാത്തപ്പോഴാണല്ലോ ഫോണിൽ വിളിക്കണം. ഫോണിൽ വിളിക്കാൻ സംസാരിക്കാമല്ലോ നമുക്ക്. ഫോണിലും കിട്ടിയില്ലല്ലോ. ഫോണിലും കിട്ടിയില്ലെങ്കിൽ നീ ടോയ്ലറ്റിനകത്തേറി കണ്ണാടിക്ക് മുന്നേ നോക്കിയിട്ട് പറയണം. പതുക്കെ പ്ലീസ്. ഞാൻ ആരോടും പറയില്ല. പറയല്ലേ? വിശ്വസിക്കാലോ അല്ലേ? അറിയാതെ പോലും പറയല്ലേ? ഇല്ല, പറയില്ല. ശരി. ഇല്ല, പറയില്ല. ഉറപ്പല്ലേ? അതെ, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പോ
ഈ തറവാട്ടിലാണ് ആ പെണ്ണും കുട്ടികളും താമസിക്കണമെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടികളെ കൊണ്ട് ആ പെണ്ണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയ ആൾക്കാരെന്തെന്നാ പറയാ, സൗകര്യമായിട്ട് പെണ്ണ് അവിടെ താമസിക്കാൻ വന്നതാ. അപ്പതാ അവിടുത്തെ ആണുങ്ങളെ കൊണ്ട് സൗകര്യം ഇല്ലാണ്ട് അവൾ അവിടുന്ന് കുട്ടികളെ കൊണ്ട് ഇറങ്ങിട്ടോ. ഇതല്ലേ പറയാൻ എന്താ? അതെന്നെ പറയാ അല്ലേ? പങ്ക്യാമനെ പറ്റി അടക്കത് പറയും. എന്റെ പിന്നെ പോട്ടേന്ന് വെക്കാ. ആ മൂപ്പലാന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് മൂപ്പലാൻ? ഞാൻ അളിയന്റെ കാര്യമായി പറയണേ. ഒന്നും അറിയാത്ത ആ മഹാഭാവം കൂടി ചീത്ത പേര് കേൾക്കാൻ നിൽക്കണ്ടേ? എന്തൊരു ഗതികേടാണ്. ഏത് നേരത്താണ് ആ പെണ്ണിനെയും കുട്ടികളെ ഇവിടെ കയറി താമസിപ്പിക്കാൻ എനിക്ക് തോന്നിയത്. ഞാൻ അപ്പഴേ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അത് നിക്കണ്ട പിന്നെ പറഞ്ഞത് ഓവറാക്കണ്ട. അല്ല ഞാൻ വെറുതെ പറഞ്ഞിങ്ങനെ ഇനി ചളാക്കാൻ നിക്കണ്ട, ആൾക്കാരറിയും. അതൊക്കെ ഇനി സമയമുണ്ടല്ലോ ചേച്ചി, എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കാഞ്ഞി ആലോചിച്ചിട്ട്. ഇനിയിപ്പോ അവരെന്തായാലും അവിടെ വാടക വീടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് ശരിയാവുന്നത് വരെ എന്തായാലും ഇവിടെ തന്നെ നിക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ല, മോശം. ഒന്നൊക്കെ ആലോചിച്ചിട്ട് മതി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എത്രയും വേഗം തന്നെ വാടക വീട് അന്വേഷിക്കുക, എന്നിട്ട് അങ്ങോട്ട് മാറ്റുക. അതേ നടക്കുള്ളൂ. ആയിക്കോട്ടെ, ഇവിടെ നിന്ന് മാറി ഞങ്ങള് കളിക്കട്ടെ. എന്ത് ഒന്നിനു പുറകൊന്നായിട്ട് വരികയാണല്ലോടാ അത്. എന്ത് ചെയ്യുന്നു എന്നോടാ ചോദിക്കണം. നീ അല്ലേ പറഞ്ഞപ്പോ സൗകര്യം ഉണ്ടാക്കാന്ന് കുറച്ച് കഴിഞ്ഞിട്ട്. അല്ല അതിപ്പോ അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. പിന്നെ എന്നോട് ചോദിച്ചിട്ട് എന്റെ സമാധാനക്കേട് കാണാൻ വേണ്ടിട്ടാ. ഓരോ കാര്യങ്ങൾ ഇത്. അയ്യോ എന്ത് വീടാത്. വല്ല ബാധ കയറിയ മാതിരി അതിന്റെ ഉള്ളിൽ. ഒന്ന് കഴിയുമ്പോ വേറെ ആള്, അത് കഴിയുമ്പോ വേറെ ആള്. എന്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ചെസ് കളിക്കണം നമ്മളെ സമ്മതിക്കണം കേട്ടോ. അല്ലാണ്ട് തന്നെ ഉണ്ട് 100 കാര്യം. അത് കൊണ്ടുപോയായിരുന്നു. മനുഷ്യന്റെ സമാധാനം പോയി. അടിച്ചു വരാല്ലേ? പോണ കാര്യം എന്തായി ദേവികെ? ഇന്ന് ഞാൻ ലീവ് എടുത്തമ്മേ. ലീവോ? ഓഫീസിൽ പോകുന്ന കാര്യമല്ല. പിന്നെ അന്നൊരു വാടക വീട് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വാടക വീടല്ലേ? അതെ അതെ. അത് നോക്കുന്നുണ്ട്. അവരിപ്പോ ഒരു കൂട്ടർ താമസിക്കുന്നുണ്ടേ. അപ്പൊ അവരൊരു മാറിയിട്ട് അങ്ങോട്ടേക്ക് മാറാൻ. അവരെന്നത്തേക്ക് മാറും? അവരൊരു 1.5 ആഴ്ചക്കകത്ത് മാറുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 1.5 ആഴ്ച കഴിഞ്ഞ് മാറിയില്ലെങ്കിലോ? മാറിയില്ലേ? അല്ല അമ്മയ്ക്ക് ഞാനിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ. പിന്നെ ഞാനിങ്ങനെ നിന്റെയും കുട്ടികളുടെയും കാര്യം ആലോചിക്കായിരുന്നേ. മക്കള് തീരെ ചെറുതല്ലേ, നിന്റെ ഒരു ശ്രദ്ധ കിട്ടേണ്ട പ്രായമാണ്. അച്ഛനും ഇല്ലല്ലോ. നീ ഈ ഓഫീസിലത്തെ പണിയും കഴിഞ്ഞു വന്ന് ഇവിടുത്തെ വീട്ടുജോലിയും ചെയ്ത് കഴിയുമ്പോ പിന്നെ എവിടെ നേരം കുട്ടികളെ ശ്രദ്ധിക്കാൻ? അപ്പൊ ഒരു വീടെടുത്ത് മാറുകയാണെങ്കിലേ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാലോ മോൾക്ക്. ഓഫീസിലെ ജോലി കഴിഞ്ഞു വന്നിട്ട് ഇവിടുത്തെ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാല് എനിക്ക് മക്കളുടെ കാര്യമൊക്കെ നോക്കാൻ പറ്റില്ലേ? അയ്യോ അങ്ങനെയല്ല മോളെ, നീ കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണല്ലേ. ഇവിടെ അമ്മ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കണത് നീ വെറുതെ വന്നിരുന്നോണ്ട് കഴിക്കോ? ഇല്ല, അമ്മയ്ക്ക് അറിയാം നീ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് മാറുന്ന കാര്യം മോളൊന്നും മനസ്സിൽ വെച്ചോളോ കേട്ടാ. എന്നാ പിന്നെ പണി നടക്കട്ടെ. ശരി എന്നാ. അനന്തേട്ടനവിടെ? അനന്തന് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ ഒരു സന്ദർഭത്തിൽ നീ അവനും കൂടി ഇവിടെ ഒന്ന് സംസാരിക്കണോട് കണ്ടാലോ, അതായാലും വലിയ വിഷയാവില്ലേ? എന്താ നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അമ്മ എന്നോട് ചോദിച്ചു വാടക വീടൊന്നും ആയില്ലേ, എപ്പോഴാ അവിടുന്ന് പോകുന്നതെന്നൊക്കെ. അമ്മാവ സത്യമായിട്ടും പേടിയാവുക. ഒന്നും കാര്യാക്കണ്ട. ചേച്ചിയുടെ സ്വഭാവം ഒക്കെ എല്ലാവർക്കും അറിയണതല്ലേ. അതിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കിട്ടി അതിന്റെ മുകളിൽ അങ്ങോട്ട് കത്തി കയറും. കുറെ കഴിയുമ്പോ തണുത്തോളും. അതുപോലെ അല്ല അമ്മാവ, അമ്മ എങ്ങാനും ഇറക്കി വിട്ട ഞാൻ എന്റെ 2 പിള്ളേരെ കൂടെ എവിടെ പോയി താമസിക്കും? എനിക്കാണെങ്കിൽ വേറെ വീട് പോലുമല്ല. കടയിലെ ദേവിക ഷാഹിന. അതെ എന്താ? നീ അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? എന്ത് കാര്യം? സംഭവം ശരിയാണ്.
എന്ത് ശരിയാന്നേക്കാ? എടി പന്തിയമ്മാവനും ദേവികയും തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അത് സത്യമാണെന്ന്. അത് ഇക്കൊക്കെ എങ്ങനെ അറിയാം? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട്. എന്ത് കണ്ട്? നീ കണ്ടത് നിന്നോട് പറയണ എന്തിനാ? അത് ശരിയാണെന്ന്. അത് ശരിയൊന്നല്ല, ഇക്കടെ തോന്നല അതൊക്കെ. അത് ശരി. അപ്പൊ ഞാനിപ്പോ തെറ്റുകാരനായ? വെറുതെ നടന്ന എന്നെ നീയല്ലേ സംശയം ഉണ്ടാക്കി തന്നത്? വല്ല പറ. ആ പതുക്കെയാണ് പറയണത്. അതിലെന്തോ നൂലാമാല ഉണ്ട്, ഉറപ്പാണ്. അതിലൊരു നൂലാമാല ഇല്ല. അതൊക്കെ ഇക്കടെ തോന്നല. എനിക്കൊന്ന് തോന്നിയതാ. എടി ഇത് തോന്നിയതല്ല ഷാഹിന. ദേവികേച്ചിയുടെ ഒക്കെ നല്ല സ്വഭാവം, അവരൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പൊ എന്റെ പങ്കിയമ്മാവ് മോശമാണോ? പങ്കിയമ്മാവന്റെ നല്ല സ്വഭാവം, അതുകൊണ്ടാ ഞാൻ പറയണേ. ആ പങ്കിയമ്മാവനും നല്ലതാണ്, ദേവികേച്ചിയും നല്ലതാണ്. അതാണല്ലോ അവര് തമ്മിൽ അടുത്തത്. ഇപ്പൊ നീയും ഞാനും മോശമാണോ? എന്റെ അമ്പിളിക്ക, ഇതൊരു വലിയ വീടാ. ഇവിടെ കുറെ ആളുകളുണ്ട്. അവര് തമ്മിൽ മിണ്ടയും പറഞ്ഞു എന്നൊക്കെ ഇരിക്കും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സംശയിക്കാ ചെയ്യണ്ടേ? അത് ശരി. അപ്പൊ ഞാനായ തെറ്റുകാരൻ? ഇക്ക ഞാൻ പറഞ്ഞില്ലേ, അവര് തമ്മിൽ ഒന്നുമില്ല. ഇത് ഷാഹിന ഉണ്ടെന്ന് സത്യമാണ് ഞാൻ പറയണത്, നീ വിശ്വസിക്ക്. ഒന്നുമില്ല. കേറി പോയകത്ത് പോ. ചെല്ല് പോയിരിക്ക. ഇല്ലടി എന്റെ ഇക്ക പോ. അവര് തമ്മിൽ ഒന്നുമില്ല. ചെല്ല്. അപ്പുണ്ണേട്ടാ, കുമാരിയേച്ചിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. കുമാരിയുടെ അച്ഛനാ? ആ. എന്ത് കാര്യം? അതെനിക്കറിയില്ല. എങ്ങോട്ടാ ചാടിപ്പോണേ? അച്ഛനെ കാണാൻ. എന്നാ പിന്നെ ഈ കൈയും മുഖമൊക്കെ ഒന്ന് കഴുകിട്ട് പോ. ആണോ? എന്താ ഒന്നുണ്ടാവുക? ആവോ, ഞാൻ കൈകാലി കേട്ട് വരാട്ടാ. അല്ല അച്ഛാ, ഞാനവിടെ പോയിട്ട് വരാട്ടാ. നമ്മക്കിപ്പോ അത് പറയ്. ഇതിപ്പോ അല്ല, കുമാരിനെ സംബന്ധിച്ചിടത്തോളേ ഞങ്ങൾക്കിപ്പോ അത് കുടുംബമൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ അവള് ഇവിടുത്തെ കുട്ടി തന്നെയല്ലേ, നമുക്കൊക്കെ താല്പര്യം തന്നെയാണ്. പെട്ടെന്ന് അങ്ങടെ പിതാമ്പരേട്ടൻ പറഞ്ഞപ്പോ അതെ. ഇതായി. ആ ചേച്ചി വരുന്നുണ്ട്. ഇതെന്താണ് ആരൊന്നും മിണ്ടാണ്ടിരിക്കണേ? അല്ല ചേച്ചി, പിതാമ്പരേട്ടൻ വന്നതേ അപ്പുണ്ണിക്ക് കുമാരിയെ ഒന്ന് ആലോചിച്ചാലോ എന്നുള്ളൊരു കാര്യം ചോദിക്കാന്. ഷാഹിന, അമ്മേ ചായ അകത്തേക്ക് വെച്ചേക്ക്. സീതേ, നീ എന്തായി കാണിക്കുന്നേ? പാവ അപ്പുണ്ണിയേട്ടൻ. അമ്മ അങ്ങനൊന്നും പറയണ്ടായിരുന്നല്ലേ ചേച്ചി? എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് പേടിയാവുന്നു ഷാഹിന. അപ്പുണ്ണിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ. ഞാൻ അങ്ങോട്ടല്ല എന്റെ മക്കളെയും കൊണ്ട് പോവുക. ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. അമ്മ അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞായിരിക്കും. എന്നാലും എന്തൊരു ദേഷ്യടി അമ്മയ്ക്ക്. ഇന്നത്തോടെ എനിക്കൊരു കാര്യം ബോധ്യായി, എന്റെ കാര്യം ഒരിക്കലും ശരിയാവാൻ പോണില്ല. ശരിയാവും ചേച്ചി, വിഷമിക്കല്ലേ ചേച്ചി. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുമില്ല. ആര്, പശുക്കളാണോ? അല്ല, അപ്പുണ്ണേട്ടൻ. മോളെ, അതെ, ഇന്ന് രാവിലെ നടന്ന പ്രശ്നമില്ലയോ, അതിന്റെ പ്രതിഷേധത്തിലാ. രാവിലെ ഇവിടെ എവിടെങ്കിലും കാണും, വന്ന് കഴിച്ചോളും. ബാ. പിന്നെ അവള് വല്ലതും കഴിച്ചോ? ആരാച്ചാ? അമ്മ വല്ലതും കഴിച്ചു വന്നു.
ഇല്ല അച്ഛ, അമ്മ ഒന്നും കഴിച്ചില്ല. ഞാൻ കൊറേ വട്ടം വിളിച്ചു, പക്ഷെ വരുന്നില്ല. ഞാൻ ഒന്നുകൂടെ വിളിക്കട്ടെ? വേണ്ട വേണ്ട, വിളിക്കൊന്നും വേണ്ട. അവളെ പട്ടിണി കിടക്കട്ടെ. 2 ദിവസം പട്ടിണി കിടക്കട്ടെന്നു. വിശപ്പിന്റെ വില എന്താ അവളോട് ഒന്ന് അറിയട്ടെ. അത്ര അഹങ്കാരം കൊള്ളത്തില്ലല്ലോ മോളെ. അയാളോട് ഇങ്ങനെ പെരുമാറാൻ കൊള്ളാവോ? അവൾക്ക് കൊള്ളാവുന്ന പണിയാണോ ചെയ്തത്? അവളൊന്നും കഴിക്കണ്ട. വിശപ്പുള്ളപ്പോഴേ വന്നെടുത്ത് കഴിച്ചോളും. അത്ര അഹങ്കാരം കൊള്ളത്തില്ലല്ലോ. അതച്ചാ, അമ്മ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തതായിരിക്കും. അയ്യോ, അത് ശരി. അപ്പൊ മോൾ അമ്മയുടെ ഭാഗത്തല്ലേ? അതല്ല, ഞാൻ അച്ഛന്റെ ഭാഗത്ത് തന്നെയാ. അയ്യോ, നീ വന്നേ. എന്താ അച്ഛാ? ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞ കാര്യം അവളോട് പറയണ്ട. പറയൂ? ഇല്ല, പറയില്ല. ഉറപ്പാണോ? ഒരാളോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അമ്മയ്ക്ക് ചിലപ്പോ അറിയില്ല. അപ്പൊ ഞാനൊന്ന് ക്ഷമയ്ക്കേണ്ട വന്നാ. ഓ, അതൊന്നും സാരമില്ല മോനെ. സാരൊക്കെ ഉണ്ട്. കാരണം അങ്ങനെ പെരുമാറിയാൽ ആർക്കാലും വിഷമം ഉണ്ടാവും. അത് എനിക്കറിയാം. അമ്മയുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി. പിതാമരട്ട് മനസ്സിലൊന്നും വെക്കണ്ട. ഹേയ്, അതൊന്നുമില്ല. ഇതിലും വലിയ വിഷമങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലും വലിയ വിഷമമൊക്കെ ഉണ്ടായിണ്ടാ? നിന്റെ കുമാരി ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തുണ്ടായേ? പറയ്, ഞാൻ കേട്ടോളാം. ഒരാളോട് പറയുമ്പോ സങ്കടം തീരിയേ. അതെ, അച്ഛനും ഒരു വിഷമമില്ല. ആ പുണ്യേട്ടൻ ചെല്ല്. അപ്പൊ കുമാരിക്ക് നല്ല വിഷമമുണ്ട് അല്ലേ? എനിക്ക് ഒട്ടും വിഷമല്ല. ആ പുണ്യേട്ടൻ ഇങ്ങോട്ട് വന്നത് അറിഞ്ഞാ മതി. അമ്മ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കും. എന്നാ പുണ്യം ചെല്ലേ. പാല് പഠിക്കാൻ നാളെ വരില്ലേ? അല്ല, അപ്പുണ്ണി പാല് ഞങ്ങളങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. എന്തിന്? കുമാരി വയ്യാത്ത കാലം വെച്ചോണ്ട് അവിടെ വരെ നടന്നു വരണ്ടേ? എവിടെ വരെ? ഇവിടുന്ന് നോക്കിയാ കാണല്ലോ കൊട്ടിലപ്പാട്ടിലും വച്ച്. പിന്നെന്താ? പാല് പഠിക്ക് വരണം കേട്ടോ. ആ പുണ്യേട്ടൻ ചെല്ല്. മോളെ, നാളെ മുതൽ പാല് വാങ്ങിക്കാൻ അങ്ങോട്ട് പോകണ്ട. കടയിൽ നമുക്ക് കവർ പാല് വാങ്ങിക്കാം. അല്ല ചാ, അത് എന്ത് രസം കാണാൻ. ഇവിടെ ആക്ച്വലി താമര ആയിരുന്നില്ല എന്തേട്ടാ കൂടുതല്? താമരയായിരുന്നു കൂടുതല്, പിന്നെ അതാണ് കുറഞ്ഞു. എന്നാലും ഉണ്ട് കുറച്ചൊക്കെ. എന്തേട്ടാ, എനിക്കൊരു ആമ്പല് പൊട്ടിച്ചു തരോ? എന്തിനാണ് ആമ്പല് പൊട്ടിക്കുന്നത് മോളെ? ഒരു രസമല്ലേ? അതെ, സത്യത്തിൽ അത് ആ ചെടിയുടെ മുകളിൽ അങ്ങനെ നിൽക്കുന്നത് കാണാനാ രസം. അത് എന്റെ കയ്യിലിരിക്കുമ്പോ രസമില്ല. പൊട്ടിച്ചു കഴിഞ്ഞാ പിന്നെ അത് പോയില്ലേ. അന്തേട്ടാ, അന്തേട്ടാ ഇങ്ങോട്ട് നോക്ക്. പണ്ട് അന്തേട്ടാ ആ താമരയുടെ തണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എന്റെ കഴുത്തിൽ മാലയാക്കിയിട്ടെന്ന് ഓർമ്മയുണ്ടാ? ഞാനോ? അയ്യോ, എനിക്ക് ഓർമ്മയില്ല. ശരിക്കും? ഒട്ടും ഓർമ്മയില്ല? ഇല്ലാതെ. നിനക്ക് ഓർമ്മയുണ്ടാ? പിന്നല്ലാണ്ട്. അന്തേട്ടനെ പ്രായമായിട്ടായിരുന്നു എന്റെ. എന്ത് വൈബല്ലേ ഇടയ്ക്ക്? എന്ത് വൈബ്? ഇതിൽ ഇറങ്ങാറുണ്ടോ ഇപ്പൊ അന്തേട്ടാ? അയ്യ, ഞാൻ ഇറങ്ങൊന്നുമില്ല. അതൊക്കെ അപ്പുണ്ണിയുടെ കേന്ദ്രമാണ് ഇതൊക്കെ. എനിക്കും ഇറങ്ങണം. ഇവിടെ അന്തേട്ടനെ ഈ കൊളക്കടവിൽ ആരോടാ സംസാരിക്കുന്നേ നോക്കുമായിരുന്നു. അതറിയില്ലേ? അതാണ് രമണമ്മാവന്റെ മോള് ആരതി. ആരതി പറഞ്ഞു വരുമ്പോഴേ അനന്തേട്ടന്റെ മുറപ്പെണ്ണായിട്ട് വരും. എന്താ ഒരു പേടി പോലെ? പേടിയോ? എനിക്കോ? എന്തിന്? എനിക്ക് അന്തേട്ടനെ നല്ല വിശ്വാസാ. അത് മതി. നീ പിന്നീട് അപ്പുണ്ണിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. പിന്നീട് അന്വേഷണം കാണിച്ചു. ഹായ് പശു. കുത്തോ? എവിടെ കുത്തു? അപ്പുണ്ണേട്ടാ, അപ്പുണ്ണേട്ടാ, ഹലോ, മനസ്സിലായോ? ആരാ? ആരാ?
ഞാൻ ആരാന്ന് മനസ്സിലായോ? ആ ആരാ? എന്നിട്ടാ ആരാ? ആവോ ആരാ? എനിക്ക് നല്ല മുഖം വരുന്നുണ്ടേ. ആരാ എന്നിട്ടാ? പിന്നെ ആരാന്ന് വിചാരിച്ചിട്ടാ നീ അറിയാന്ന് പറഞ്ഞത്? പറ ആരാ? എടാ രമണമാവന്റെ മോളാ അത്. ആരതിയോ? ആരതി എന്തായില്ലേ? പിന്നെ എത്ര കാലമായി കണ്ടിട്ട്? കൊറേ നാളെ കണ്ടിട്ട്. ഇപ്പൊ എന്താ പരിപാടി? ഞാൻ ഇങ്ങനെ പോണു. ഇങ്ങനെ പോണേ. എവിടെ ജോലി? ഇവിടെ തന്നെ. ഇവിടെ എവിടെ? തൊഴുത്തില്. തൊഴുത്തിലോ? തൊഴുത്തിൽ എന്താ പണി? അവന് ഈ പശുവും തൊഴുത്തും പറമ്പൊക്കെ തന്നെയാണേ. അവന് ഇതാ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി അതൊക്കെ നടത്തി കൊടുത്തു. ആണോ? എല്ലാം നടത്തി തന്നില്ലേട്ടാ. എന്താ പുണ്യേട്ട അങ്ങോട്ട് പറച്ചില്? എന്താ നടത്തി തരാത്തെ? ഇല്ല. എന്താണ്? പറ, എന്നോട് പറഞ്ഞാ നടത്തി തരാം. പറഞ്ഞു. പറഞ്ഞോ? ഒന്നുമില്ല. എന്തൊരു വിഷമം? എന്തുപറ്റി? എന്ത് വിഷമം? ഒരു വിഷമമില്ല. ഒരു വിഷമില്ലേ? രമണമാമനോടെയാ? രമണമാമ അവിടെ ഉണ്ട്. ആ, എല്ലാരോടും വർത്താനം പറഞ്ഞേക്ക. ഞങ്ങളിങ്ങനെ പറമ്പും തൊടിയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങളുടെ പറമ്പ് മറ്റേ പാടത്ത്. പാടത്തേക്ക് പോവാ. നൊസ്റ്റാൾജിയ. കുട്ടിക്കാലൊക്കെ ഓർമ്മ വരൂ. പോയി കണ്ടിച്ചു തരാവേ. ഒന്ന് രണ്ട് കാര്യത്തിന് അന്വേഷണമൊന്നും ഇവിടെ കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോ നമ്മളൊക്കെ വിട്ടൂന്ന് വിചാരിച്ചു. അതെന്ത് വർത്താനമാണ് അമ്മാവ പറഞ്ഞ? ഞാൻ അങ്ങനെ ചെയ്യുവോ? ചെയ്തോല്ല എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നീയും ഷായനിപ്പോ ഇവിടെ കഴിയണേലേ എന്റെ ഒരു സഹായമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് നന്ദിപൂർവ്വം ഓർക്കണം കേട്ടോ. അതൊക്കെ എപ്പോഴും ഓർക്കണ്ട്. അമ്മാവനോട് ഞാൻ എന്താ നന്ദിയുടെ കാണിക്കണ? അല്ലേ തന്നെ അമ്മാവനാണ് എന്നെ ഷാഹിനാനെ ഇവിടെ കയറ്റാൻ എന്നെ സഹായിച്ചെന്ന് ഞാനിവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? അത് ഭയങ്കര സഹായമായി പോയില്ലോ. നീ ഒരു ചെന്നായുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അത് നീ കേക്കണം. ചെന്നായുടെ അണ്ണാക്കിലൊരു മുള്ളിരുന്നു. അപ്പൊ ഒരു കൊക്കിന്റെ സഹായം തേടി. കൊക്ക് എന്ത് ചെയ്തു? ഈ ചെന്നായുടെ അണ്ണാക്കിൽ അങ്ങോട്ട് കൊക്ക് തല അങ്ങോട്ട് ഇറക്കിയിട്ട് മുള്ളു ഇങ്ങോട്ട് എടുത്തു. ഒരു നന്ദി ഇല്ലാണ്ട് ആ മുള്ളു എടുത്തു കഴിഞ്ഞപ്പോ ചെന്നായ എങ്ങനെ പോവുക? അപ്പോ കൊക്ക് ചോദിച്ചു, നീ ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ചെന്നായ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയോ? നീ എന്റെ അണ്ണാക്ക് വരെ തലയിട്ടിട്ടും നിന്നെ ഞാൻ കടിച്ചില്ലല്ലോ കൊക്കയെന്ന്. മനസ്സിലായോ കഥ? ഒരു മെനകെട്ട കഥയായി പോലെ അമ്മാവ. അപ്പൊ ഞാൻ കൊക്കും അമ്മാവും ചെന്നായി. അല്ലല്ലല്ല, കൊക്ക് ഞാൻ, നീ ചെന്നായ. നമ്മളങ്ങനെ നന്ദിയുടെ അമ്മാവനോട് കാണിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ തോന്നേം വേണ്ട. എന്തപ്പോ വിളിച്ച്? വിളിച്ചത് ഞാൻ വെറുതെ ഇല്ല. പോണാണ്ടപ്പോ ഭക്ഷണം കഴിച്ചാ. എന്താ സ്നേഹം അമ്മാവനോട്. അമ്മാവനല്ലാതെ പിന്നെ ആരെ സ്നേഹിക്കാനാണ്? കൊട്ടിലപ്പാട്ടുകാർക്ക് അങ്ങനെ ഒരു മര്യാദ ഒന്നും ഇല്ല അല്ലേ? അല്ലേ? അവനവന്റെ കാര്യം അതന്നെ ഉള്ളു. അവിടെ പങ്കെ എന്തായാലും നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. എന്റെ ചേച്ചി വെറുതെ ഇതിപ്പോ എങ്ങനെ ആലോചിച്ചിട്ടും കാര്യമില്ല. ഇതൊന്നും നടക്കാൻ പോണില്ല. എന്താ? അതേ ഞാൻ ഒരു 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് പോവാ. ഒരു സമാധാനം കിട്ടട്ടെ. ഒന്നാമത്തെ ഈ വക കാര്യങ്ങളൊക്കെ വേണ്ടാത്തതും വേണ്ടതൊക്കെ ചെന്ന് ഞാൻ അന്വേഷിക്കണം. ഞാൻ നോക്കട്ടെ, 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് പറയാം പോണോ വേണ്ടേന്ന്. പോവൂലേ? പോണട്ടാ. എന്താടാ, നമ്മുടെ അനന്തന് വേണ്ടിട്ടല്ലേ? നോക്കട്ടെ. കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ മക്കൾക്ക് പെണ്ണും ആലോചിക്കും. മാനവ മര്യാദയുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവരുടെ മെക്കിട്ട് കയറുകയും ചെയ്യും. ഡംബിളി, നീ പറഞ്ഞ ഞാൻ കേട്ടിട്ടാ. അമ്മാവ പണി പാളിയാ. ഞാനിപ്പോ പറഞ്ഞതിന് ഷാഹിനൊക്കെ ഇട്ട് കൊടുത്തോളാന്നാണ് പറഞ്ഞത്. ഇങ്ങനെ അതെ, നീ എന്തിനീ ആവശ്യമില്ലാത്ത എഴുന്നള്ളിക്കാൻ നിൽക്കണേ? അമ്മാവ എനിക്ക് മനസ്സിൽ തോന്നി അപ്പൊ പറഞ്ഞു. മറ്റേ തടഞ്ഞരമ്പില്ല എനിക്ക്. 2 കിട്ടുമ്പോ തീർന്നോളൂ. വേണ്ടാത്തോരെ വർത്താനം പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ പ്രാന്താണ്. കഞ്ഞി കുടിക്ക പുണ്യ. ഇവിടെ കഞ്ഞി കുടിക്കടാ. വേണ്ട. എന്താ നിനക്ക് വേണ്ടാത്ത? വേണ്ടായിട്ടാണ്. ഇവിടെ കഞ്ഞിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നീ ആഹാരം ചെയ്യാ? എന്നാ നീ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോക്കോ. ഇറങ്ങി പോവാൻ തന്നെ ഞാൻ ആലോചിക്കണേ. എനിക്ക് എവിടെങ്കിലും പോയി ഞാൻ. എന്നിട്ട് എന്താ എന്റെ മോൻ പോവാത്ത? ഞാൻ നന്ദിനെ രമണിനെ ഓർത്തിട്ടാ. ഓ, അപ്പൊ അച്ഛനും അമ്മയല്ല? അച്ഛനോർക്കുമ്പോ എനിക്ക് വിഷമൊക്കെ ഉണ്ട്. ഓഹോ, അപ്പൊ അമ്മയോ? അമ്മ ഓർത്തിട്ട് എനിക്ക് ഒരു വിഷമമില്ല. വിഷമില്ല? എന്നാ ഞാൻ എങ്ങടെങ്കിലും പൊക്കോളാം. നീ ഇവിടെ നിന്നു.
അമ്മയും കൊണ്ടുപോണേ. ഞാൻ എന്റെ വീട്ടിൽ പോവും, കൊച്ചാലുംകൂടുത്ത വീട്ടിലേക്ക്. അമ്മ കൊടുക്കും വേണ്ട, അമ്മ അവിടെ നിന്നോ. നീ കഞ്ഞി കുടിക്കില്ലല്ലോ. പങ്കിയേ, നിന്റെ ബാഗൊക്കെ എടുത്തു വെക്കടാ, എന്നെ വീട്ടിൽ കൊണ്ടാക്ക്. അമ്മ പോണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ കഞ്ഞി കുടിക്കേ. കഞ്ഞി കുടിക്കോ? ഇല്ലെങ്കിൽ ഞാൻ പോകട്ടെ പുണ്യെ, വെറുതെ പറയല്ല. ഞാൻ കഞ്ഞി കുടിക്കാം. എന്നാ കുടിക്ക്, നല്ല കുട്ടിയായിട്ട് കുടിച്ചേ. കുടിക്ക്, നമുക്ക് കുടിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കൂട്ടാനൊക്കെ ഒന്ന് കൂട്ടി നോക്ക്. നിനക്ക് ഇഷ്ടമുള്ള ഉപ്പേരി അത്. കുത്തി കളിക്കാണ്ട് കഞ്ഞി കുടിക്കാ പുണ്യെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.